കുട്ടിയത്ത് മാതാവിനെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്ത വാർത്ത കൂടി നമ്മൾ കണ്ടു. ഷാൻ എന്നാണ് പേര്. ഷാൻ്റെ നാട്ടുകാരനും വാർഡ് മെമ്പറുമായ ഫൈസൽ കുളപ്പാടം കുറിച്ച് ചെയ്യുന്നു. ഫൈസൽ കുളപ്പാടം, ഇവിടെയും ഈ പറയുന്ന ലഹരിയുടെ സാന്നിധ്യം എവിടെയാണെന്ന് തോന്നുന്നു. അന്വേഷിച്ചപ്പോൾ ഈ ഷാൻ ഒരു അവിടുത്തെ ഒരു സ്ഥിരം മയക്കുമരുന്നുകാരനാണ്, കഞ്ചാവാണ്, MDMA ഉണ്ടെന്ന് സംശയിക്കുന്നു. പറയാനുള്ള കാരണം വെറുതെ പറയുന്നതല്ല. ഇയാളുടെ വീട്ടിൽ നിന്ന് മയക്കുമരുന്ന് വീട്ടുകാർ തന്നെ എടുത്ത് പോലീസിൽ കൊടുത്ത ഒരു സംഭവം തൊട്ടുമുണ്ടായി, അല്ലേ ശ്രീ ഫൈസൽ കുളപ്പാടം? ഇത് ഒരു ഒറ്റപ്പെട്ടൊരു സംഭവമല്ല. അപ്പം തുടർച്ചയായി ഈ ഷാനുമായി ബന്ധപ്പെട്ട് പരാതികൾ കുട്ടിയം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ അവരുടെ വീട്ടുകാരുമായി സംസാരിച്ചതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് ഏതോ 5 തവണത്തോളം ഈ പരാതി കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. ഈ വിഷയം നടക്കുന്നതിന് 2 ദിവസം മുമ്പ്, അതായത് മെനഞ്ഞാന്ന് ഒരു പരാതി കുട്ടിയം പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുകയുണ്ടായി. ഈ പരാതിയുടെ സംക്രമം എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയുടെ മാതാവ്, അതായത് ഷാൻ്റെ ഭാര്യയുടെ അമ്മ, ആ അമ്മയും ഈ പെൺകുട്ടിയും കൂടി ഷാൻ്റെ വീട്ടിൽ വരുന്നു. അപ്പോൾ ആ വീട്ടിൽ വന്നതിന് ശേഷം വളരെ മോശകരമായിട്ടുള്ള ഒരു സമീപനം സ്വന്തം മാതാവായിട്ട് കാണേണ്ട ആ ഭാര്യയുടെ അമ്മയുടെ അടുക്കൽ ഈ ഷാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അത് ഗൗരവതരമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ തന്നെ ജീവഭയം കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ കുട്ടിയം പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുന്നു. ഈ കുട്ടിയും ഈ മാതാവും കൂടെ ചേർന്നുകൊണ്ടാണ് ഷാനെതിരെ പരാതി കൊടുക്കുന്നത്. 2 ദിവസം മുമ്പാണ് പരാതി കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇത്രത്തോളം സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം പരാതിയുടെ രൂപത്തിൽ കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൊടുക്കുകയാണ്. ഈ പരാതി കൊടുക്കുവാൻ വേണ്ടി പോകുമ്പോൾ ഈ പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ ഇതിൻ്റെ തെളിവും ഹാജരാക്കുന്നു. അതായത് OCB പേപ്പർ, പകുതി സിഗരറ്റിൽ നിന്നും ചുക്ക മാറ്റിവെച്ച് അതിനകത്ത് മറ്റ് ലഹരി വസ്തുക്കൾ, കഞ്ചാവ് നിറച്ചിട്ടുള്ള സിഗരറ്റ്, ഗുളിക, അതിനോടൊപ്പം തന്നെ വെള്ള പൊടി രൂപത്തിലുള്ള കാര്യങ്ങൾ, ഇത് ഇത്രയും കൂടെ ചേർത്ത് കൊണ്ടുപോയാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുമ്പോൾ അത് ഫോട്ടോ എടുത്ത് വെച്ചതിന് ശേഷം ഇവരെ പറഞ്ഞയക്കുകയാണ്. അപ്പോൾ ഇത്രയും സീരിയസ് ആയിട്ടുള്ളൊരു വിഷയത്തിൽ എങ്ങനെയാണ് പോലീസ് ഇടപെട്ടത് എന്നുള്ളതാണ് ഇവിടെ പ്രസക്തമായിട്ടുള്ള കാര്യം. നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി വേടൻ്റെ കാര്യം. ഒരു റെയിൽവേ പുറമ്പോക്കിലെ ഒരു കുടിലിൽ സ്വന്തം അധ്വാനവും പ്രതിഭയും കൊണ്ട് വളർന്നു വന്ന ആ വേടൻ്റെ കഴുത്തിൽ ഒരു പുലിനഖം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, നേരത്തെ ആഷ്മി സൂചിപ്പിച്ചതുപോലെ അത് ഏത് നഖമാണെന്ന് പോലും അറിയുവാൻ കഴിയില്ല. അതിൻ്റെ പേരിൽ പോലീസ് കാട്ടിക്കൂട്ടിയിട്ടുള്ള പോക്രിത്തരങ്ങൾ എന്ന് തന്നെ പറയാം. അത് ഏത് നിലയിലാണ് കേരള സമൂഹം ചർച്ച ചെയ്യുന്നത്? ഇവിടെ ജെനുവിനായിട്ട് സ്വന്തം ഭർത്താവ്, അല്ല ഫൈസൽ, അറിയാൻ കഴിയുന്നത് ഈ ഭാഗ്യം ഇയാളുടെ ഭാര്യ വീട്ടിൽ നിന്ന് പോയില്ലായിരുന്നെങ്കിൽ ഇന്ന് ആ കുട്ടിയുടെ മൃതദേഹം കൂടി ആ വീട്ടിൽ കാണേണ്ട ഗതികേട് കേരളത്തിനുണ്ടായേനെ. എന്ന് പറഞ്ഞാൽ പരമാവധി 35 ലക്ഷം വീട് വെച്ച് കൊടുത്തു, ജീവിക്കാൻ വേണ്ടി കടയിട്ട് കൊടുത്തു, എന്നിട്ടൊന്നും ഒന്നുമില്ലാതെ ലഹരിയിൽ മുടിഞ്ഞൊരുത്തൻ എന്നേ പറയാം. ഇപ്പോൾ അയാൾ തൂങ്ങി മരിച്ചു എന്നൊന്നും നല്ലത് പറയണമെന്നില്ലല്ലോ. ഫൈസൽ, അങ്ങനെ മുടിഞ്ഞു പോയ ഒരാൾ, ഈ പറയുന്ന ഭാര്യ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതിനെയും കൊന്നേനെ. അതിൻ്റെ എന്താണ് കാര്യങ്ങൾ സംസാരിക്കാൻ വീട്ടിൽ വന്നപ്പോൾ അതിൻ്റെ അമ്മയെ, അതായത് അമ്മയോട് വളരെ മോശമായി പെരുമാറി എന്ന് പറഞ്ഞാൽ വളരെ മോശമായി പെരുമാറി എന്ന പരാതി പോലീസ് സ്റ്റേഷനിലുണ്ട്. തൂക്കിയെടുത്ത് അകത്തിടേണ്ട കേസാണ്. തൂക്കിയെടുത്ത് അകത്തിട്ടിരുന്നെങ്കിൽ ഒരു പാവം അമ്മയുടെ ജീവൻ പോലീസിന് വേണമെങ്കിൽ കാക്കാമായിരുന്നു. ഫൈസൽ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ലഹരി ഉപയോഗിക്കുമ്പോൾ ഒരു വല്ലാത്ത ഒരു ലോകത്തേക്ക് എത്തുന്ന സാഹചര്യമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ഇപ്പോൾ ഇതിന് സമാനമായ നിലയിൽ തന്നെ ഈ കുണ്ടറ നിയോജക മണ്ഡലത്തിൽ കുണ്ടറയിലെ പടപ്പക്കര എന്ന് പറയുന്ന പ്രദേശത്ത് 25 വയസ്സുള്ള ചെറുപ്പക്കാരൻ സ്വന്തം മാതാവിനെ ചുറ്റിക കൊണ്ട് അടിച്ചു കൊല്ലുകയാണ്. ചുറ്റിക കൊണ്ട് അടിച്ചു കൊന്നതിന് ശേഷം ആ മരണപ്പെടുന്നതിന് മുമ്പ് ആ പെടയുന്ന ജീവൻ കണ്ട് ആസ്വദിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. അതിനുശേഷം വിശക്കുമ്പോൾ മുട്ട പൊരിച്ച് കഴിക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ പ്രസവിച്ച് ആദ്യമായി കയ്യിലേക്ക് വന്നത് ആ അമ്മയുടെ അച്ഛൻ, മുത്തച്ഛൻ്റെ കയ്യിലേക്കാണ് വന്നത്. ആ മുത്തച്ഛനെ കാത്തു നിൽക്കുകയാണ്. ആ മുത്തച്ഛൻ വരുമ്പോൾ ചുറ്റിക കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തുകയാണ്. അവിടെ കാവൽ നിന്നതിന് ശേഷം സംസ്ഥാനം വിട്ടു പോകുന്ന ഒരു സമീപനം. അതുപോലെ തന്നെ
ഇവിടെ പിന്നെ ഷാൻ ഈ ഭാര്യയെ തന്ത്രപൂർവ്വം വീട്ടിലേക്ക് വിളിച്ചു വരുത്തുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയുണ്ടായി. അതായത് ഉമ്മായോട് പെരുമാറിയത് അതിന് താണ് വീണ് ക്ഷമ ചോദിച്ചുകൊണ്ട് ഇനി ഒരിക്കലും അങ്ങനെ പെരുമാറില്ല, അന്നരത്തെ സാഹചര്യത്തിന് ഞാൻ അങ്ങനെ പെരുമാറിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നീ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷണിക്കുകയാണ്. തലനാരിഴയ്ക്കാണ് ആ പെൺകുട്ടിയുടെ ജീവൻ രക്ഷപ്പെട്ട് മുന്നോട്ട് പോയത്. അല്ലെങ്കിൽ ആ പെൺകുട്ടി കൂടി ആ വീട്ടിൽ വന്നിരുന്നു എങ്കിൽ 100% ഉറപ്പാണ് ഈ ഷാന്റെ കത്തിക്ക് ഈ പെൺകുട്ടിയും വിളിച്ചാണ് അതിന്റെ ആയുസിന്റെ ബലം അങ്ങോട്ട് വീട്ടിലോട്ട് വരാൻ തോന്നുന്നത്. ഞാൻ എത്താം. ഇതിന്റെ കൂടെ സാഹചര്യം കൂടെ പറയാം. ഒരു കാര്യം കൂടെ പറഞ്ഞ അവസാനം പറയാം. അതായത് ഇവിടെ ഈ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുമ്പോൾ നമുക്ക് എല്ലാ പോലീസുകാരെയും അടച്ചാക്ഷേപിക്കാനോ അവരെ കുറ്റപ്പെടുത്തുവാനോ കഴിയില്ല. ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൊട്ടിയം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ ഷാൻ്റെ വിഷയം ഉണ്ടാകുന്നത്. ആ കൊട്ടിയം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ആ കൊട്ടിയം പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ 1 മാസക്കാലമായി SHO ഇല്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഒരു SI മാത്രമാണുള്ളത്, പിന്നെ പ്രവേശനിലുള്ള SI. ഇപ്പോൾ കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ പെറ്റീഷനുകളുള്ള, ഏറ്റവും കൂടുതൽ കേസുകൾ എടുക്കുന്ന 2ാമത്തെ പോലീസ് സ്റ്റേഷനാണ് കൊട്ടിയം പോലീസ് സ്റ്റേഷൻ, 1ാമത്തെ കരുനാഗപ്പള്ളി. അപ്പോൾ അതുപോലെയുള്ള ഒരു സ്റ്റേഷനിൽ 1 മാസക്കാലമായി SHO ഇല്ലാത്ത സാഹചര്യം, തൊട്ടടുത്ത് കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷൻ, അവിടെ SI ഇല്ലാത്ത സാഹചര്യം. അപ്പോൾ കൃത്യമായി പോലീസിന് അന്വേഷിക്കുവാനുള്ള സംവിധാനങ്ങൾ ഇല്ല. അതും പ്രശ്നമാണ്. അവരെ മൊത്തത്തിൽ കുറ്റം പറയാൻ കഴിയില്ല, ശരിയാണ്. പക്ഷേ ഈ പറയുന്ന രീതിയിൽ മയക്കുമരുന്ന് അടക്കം വീട്ടിൽ നിന്ന് പിടിച്ച സാധനങ്ങൾ ഈ നേരത്തെ പറഞ്ഞ ഉപയോഗിക്കാൻ OCB പേപ്പർ കൊണ്ട് തെളിവടക്കം കൊടുത്തിട്ടും കയറി പിടിച്ചെന്ന പരാതി അടക്കം കൊടുത്തിട്ടും ഇവരെ തൂക്കി അകത്തിടുന്നതിന് പകരം കഞ്ചാവ് MDMA അടിച്ചു നടക്കുന്നതിന് ഫോണിൽ വിളിച്ച് എവിടാ എന്ന് ചോദിച്ച കാര്യമുണ്ടോ?